ഇത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഇടുക്കിയുടെ സ്വന്തം ഹൃദയഭാഗത്താണേ. നെടുങ്കണ്ടവും താന്നിമൂടും കല്ലാറും എല്ലാം ഇത്രയും വിശാലമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ഈ നാട്ടിൽ നെടുങ്കണ്ടം എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ഭൂമിയുടെ കിടപ്പാണ് കേട്ടോ. ചുറ്റും നോക്കി നിറയെ മലനിരകളല്ലേ, എല്ലായിടത്തും നിറയെ മലനിരകൾ. അതിൻ്റെ നടുക്ക് നീളത്തിലുള്ള സമതല പ്രദേശമാണ് നമ്മുടെ ഈ നെടുങ്കണ്ടം കേട്ടോ. ഈ മലച്ചെരുവുകൾ മുഴുവൻ ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളുമാണേ. ഇന്നിപ്പോൾ നല്ല തിരക്കുള്ള ഒരു ടൗൺ ആണല്ലോ നെടുങ്കണ്ടം. ഒരു കാലത്ത് ആരും കടന്നില്ലാത്ത കൊടും വനമായിരുന്നു. ഇന്ന് നമ്മുടെ നെടുങ്കണ്ടം വളർന്ന് ഹൈറേഞ്ചിൽ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടിയാണ് കേട്ടോ ഈ പ്രദേശത്തേക്ക് പ്രധാന കുടിയേറ്റം നടന്നത്. മലയോര കർഷകന്റെ അധ്വാനത്തിൽ മാത്രം വളർന്ന നാടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മൂന്നാറിൽ നിന്നൊരു 60 കിലോമീറ്ററും തേക്കടിയിൽ നിന്നൊരു 45 കിലോമീറ്ററും മാത്രമാണ് കേട്ടോ നെടുങ്കണ്ടത്തിലേക്കുള്ള ദൂരം. നമ്മുടെ രാമക്കൽമേട്, തൂവൽ വെള്ളച്ചാട്ടം, മാൻകുത്തിമേട്, ചതുരംഗപ്പാറ അടക്കം നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേട്ടോ നെടുങ്കണ്ടത്തിന് സമീപമുള്ളത്. പണ്ട് പടിഞ്ഞാറേക്കവല, കിഴക്കേക്കവല എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു കിടന്നിരുന്ന ടൗൺ ഇപ്പം വളർന്ന ഒരൊറ്റ ടൗണായി മാറിക്കഴിഞ്ഞിട്ടുണ്ടേ. ഏതായാലും ഈ കവിതമേട്ടിൽ നിന്ന് നമുക്ക് നെടുങ്കണ്ടം കാണാം, കല്ലാറ് കാണാം, അതുപോലെ തന്നെ താന്നിമൂട് കാണാം. താന്നിമൂട് പാലൊക്കെ വ്യക്തമായിട്ട് കാണാം. കല്ലാറ് പുഴ കാണാം. ഒരു സൈഡിലേക്ക് മാറി നിന്ന് നമുക്ക് മുണ്ടിയരുമ ഭാഗത്തേക്കുള്ള വ്യൂ കാണാം. നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മുടെ ആ ഒരു ഹൈ റേഞ്ചിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്.